അല്ലാഹു 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 അല്ലാഹു. പാന്റ്, അത് യുജിനിയ ജീൻസ്, അത് തന്നെ ഇവിടം വരെ ഉള്ളു. പൊക്കലിന്റെ താഴെ അവരെ പിടിക്കുന്നതല്ല. സുജൂദൊക്കെ ചെയ്യുമ്പോൾ പുറയിക്കുന്നവർ ബഹിരാകാശവും എല്ലാം കണ്ടു. അവർക്ക് ടൂറിന് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നു, വല്ലാത്ത ആശയിലിരുന്ന. പക്ഷെ ഇവൻ സഹായിച്ച അല്ല പൈസ ഒന്നും മുടക്കേണ്ടി വന്നില്ല. എല്ലാം കണ്ടു. എന്ത് മോശമാണ്. ഫ്രണ്ടിൽ നിന്ന് അവർക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ നമസ്കാരം മുഴുവൻ താമസിക്കാൻ പറയല്ലേ, ഗൗരവത്തിലെടുക്കുന്ന വിഷയം. ഇത്രയുള്ള ഒരു ഷർട്ട് കുട്ടിക്കുപ്പായം ഇട്ടുകൊണ്ട് വരും. ഈ വാപ്പാമാരെയൊക്കെയാണ് ആദ്യം ചൂരലിട്ട് തല്ലത്. ആദ്യം കാരണം ഇത്രയുള്ള കുട്ടിക്കുപ്പായി താഴെ മാർക്ക് ആരെ വാങ്ങിക്കൊടുത്ത്, വാപ്പല്ലേ വാങ്ങിക്കൊടുത്ത്. ചെറിയ ഉടുപ്പും ചെറിയ ജീൻസും ചെറിയ ടൈറ്റ് ബനിയനും ഒക്കെ ഇട്ടുകൊണ്ട് വരിക. എന്നിട്ട് അവന്റെ സിസ്റ്ററായിട്ട് ബോഡിയെ കാണിച്ച് പള്ളി വന്ന് ഫ്രണ്ട് കപ്പി ചെയ്തിരിക്കും. മിമ്പറിനോടെ തന്നെ പാവപ്പെട്ട വൃദ്ധരായ ആളുകളൊക്കെ പള്ളി പുറകോട്ടാക്കിയിട്ട് ഫ്രണ്ടിൽ കയറി സ്ഥാനം പിടിച്ചു. കുറേ പാവപ്പെട്ട മൗലൂദിയായിരിക്കും. കോപിക്കാത്ത ആളുകൾ കണ്ണു തുറക്കുമ്പോൾ കോപിക്കാത്ത ആളുകളൊക്കെ ഞെട്ടിപ്പോവും. എന്നിട്ട് ഇവൻ വന്ന് നിന്നിട്ട് കാണിക്കുന്നതോ ഓരോ തൂക്കു കഴിയുമ്പോഴും സുജൂദ് ചെയ്യുമ്പോഴും ഈ ചെറിയ കുപ്പായത്തിന് ഇങ്ങോട്ടിട്ട് പിടിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പഠിക്കും. ഇതിന് മാത്രം ഇറക്കി അവിടെ നിന്ന് വരാൻ അപ്പൊ അവിടുന്ന് പ്രത്യേകിച്ച് ഇറങ്ങാൻ ആകെ ഇത്രേ ഉള്ളൂ. ഇതിന്റെ മാറ് വരെ മറന്നിട്ടുള്ളൂ. എന്നിട്ട് അത് പിന്നെ ഇങ്ങനെയായിട്ട് വലിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് വലിക്കുക. എങ്ങോട്ട് ഇറങ്ങാനും റുക്കു കഴിയുമ്പോൾ സുജൂദ് ചെയ്യുമ്പോഴും ഇവര് കൈകൊണ്ടിങ്ങനെ 3 അനക്കമാണെങ്കിൽ കാബി മതവനത്തിന് നിസ്കാരം പോയെന്നാ. ഇവൻ ഈ ഡ്രസ്സ് ധരിച്ച് വന്ന തിരിച്ചാലേ ഇവന്റെ നിസ്കാരം പോയി. ശ്രദ്ധിക്കേണ്ട വിഷയം ഞാൻ ഈ പറയുന്നത്. കാരണം നമ്മുടെ ചെറുപ്പക്കാരായ ആളുകളൊക്കെ നമസ്കാരവും വിവാദത്തും അവരുടെ ജീവിതം തന്നെ നശിക്കാൻ കാരണം ഈ രീതിയിലുള്ള വസ്ത്രധാരണം തന്നെ ഇടണം. അതിനെക്കുറിച്ച് തന്നെ പറയാം ഒരുപാട്. ശ്രദ്ധിക്കണേ ചെറുപ്പക്കാരെ, ശ്രദ്ധിക്കണേ. ഇതെല്ലാം തന്നെ നാളെ ആഖിറത്തിൽ അല്ലാഹു ചോദ്യം ചെയ്യപ്പെടുമേ. നിന്റെ കയ്യിലേക്ക് മൊബൈൽ വന്നത്, അതിൽ നിന്ന് കണ്ട പാശ്ചാത്യരുടെ ഓരോ മോഡലുകളും ഓരോ ജേഴ്സികളും ഓരോ കളിക്കാരുടെ വേൾഡ് കപ്പിലെ ഓരോ കളിക്കാർ ധരിക്കുന്ന വസ്ത്രങ്ങളും ധോണി ധരിച്ചതായ പാന്റും സച്ചിൻ തുമ്പ് ധരിച്ചിരുന്നതായ ടീഷർട്ടുമൊക്കെ അതൊക്കെ ലേലത്തിൽ കിട്ടുമെന്ന് കരുതിക്കൊണ്ട് അതുപോലെ ലേലത്തിൽ പിടിച്ചിട്ട് അത് ധരിക്കാൻ താല്പര്യപ്പെടുന്നവര് അത്തരത്തിലുള്ള വസ്ത്രങ്ങളും അങ്ങനെ കൈത്തി ഇടുങ്ങിയ വസ്ത്രങ്ങളും നെരിയാണിക്ക് താഴെയുള്ള വസ്ത്രങ്ങളും ഇട്ടുകൊണ്ട് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചിന്തിക്കണേ. 6 അടി മണ്ണിന്റെ ഇരുട്ടറയിലേക്ക്, അവിടെ നിന്ന് മഹ്ശറ എന്ന് പറയുന്ന സൻസഭയിലേക്ക് നമ്മളെത്തുമേ. അന്ന് നമ്മളോട് ചോദ്യം ചോദിക്കുമേ. ചെറുപ്പക്കാരായ ആളുകൾ രാത്രിയുടെ യാമങ്ങളിൽ 18ഉം 19ഉം വയസ്സുള്ളതായ പെൺകുട്ടികളുടെ കാമലീലകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. യൂട്യൂബിലൂടെയും ടോക്കലയിലൂടെയും അന്യ പെണ്ണിനോടൊപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫേസ്ബുക്കിലൂടെ കമന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാ. എത്രയെത്ര ചെറുപ്പക്കാരാണ് ആഖിറത്തെ കുറിച്ച് ചിന്തിക്കുന്നത്. എത്ര ചെറുപ്പക്കാരാണ് വാല് കേൾക്കാൻ വേണ്ടി നെറ്റ് തുറക്കുന്നവര്. ഇന്നത്തെ ചെറുപ്പക്കാരിൽ ഭൂരിപക്ഷം അധികവും മക്കൾക്ക് കൊടുക്കുന്ന ഫീസിന്റെ പ്രിയപ്പെട്ട ഉപ്പമാര്. അതിന്റെ കണക്ക് നിങ്ങൾ പരിശോധിക്കണേ. എനിക്ക് 10,000 വേണം, 20,000 വേണമെന്നൊക്കെ പറഞ്ഞ് മക്കൾ വരുമ്പോ അതെന്തിനാണെന്ന് പാവപ്പെട്ട തൃപ്പരീയത്തിലുള്ള ഉപ്പയ്ക്കറിയുന്നില്ല, കൃഷിക്കാരനായ ഉമ്മയ്ക്കറിയുന്നില്ല. അയൽവാസികളായ പാവപ്പെട്ടവരായ വ്യക്തികളുടെ വീടുകൾ പോയിട്ട് അവരുടെ പാത്രം കഴുകിയിട്ട് കിട്ടുന്നതായ 50 റുപ്യ കൊണ്ട് കഴിയുന്ന പാവപ്പെട്ട ഉമ്മയ്ക്ക് അറിയുന്നില്ല. തന്റെ പ്രിയപ്പെട്ട മകന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, +2 പഠിക്കുന്ന മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി കൊടുക്കുന്ന സമ്പത്ത് ആ മക്കള് കൊണ്ടുപോയിട്ട് നോട്ട് 2ഉം നോട്ട് 3യും ഒക്കെയുള്ള മൊബൈൽ ഫോണുകൾ കയ്യിലേക്ക് കൊണ്ടുവന്ന്, ഐഫോൺ അടക്കം ലാപ്ടോപ്പ് അടക്കം അവരുടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് അതിൽ അശ്ലീല പടങ്ങൾ കണ്ടുകൊണ്ട് രസിക്കുകയാ. രാത്രിയുടെ യാമങ്ങളിൽ മുൻകഴിഞ്ഞു പോയ നമ്മുടെ സച്ചരിതരായ പണ്ഡിതന്മാർ, ഫക്കീർ ബാവയടക്കമുള്ള മുഴുവൻ ഔലിയാക്കൾ വന്നടങ്ങിയ ഈ മണ്ണില് അല്ലാഹുവിന്റെ സച്ചരിതരായ പണ്ഡിതന്മാരുടെ പാദസ്പർശം കൊണ്ട് അനുഗ്രഹീതമായ മണ്ണില് എത്രയെത്ര ആളുകളാണ് അശ്ലീല പടങ്ങളുമായി അശ്ലീല സിനിമകളുമായി രാത്രിയുടെ യാമങ്ങളെ തള്ളി നീക്കുന്നത്. മഗ്‌രിബിന്റെ ബാങ്ക് വിളിക്കുന്ന സമയത്ത് TV ഓൺ ചെയ്യുകയാണ്. എന്തുകൊണ്ട് പെണ്ണെ ആ TV എന്ന് ഓഫാക്കിയിട്ട് നീ മുമ്പ് ചൊല്ലിയിരുന്നതായ മാലകൾ, നഫീസത്ത് മാലയെവിടെ, വഹീദീൻ മാലയെവിടെ? അല്ലാഹുവിന്റെ റസൂൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി പഠിപ്പിച്ച സൂറത്തുൽ വാഖിയവരെ, റസൂലുള്ള പഠിപ്പിച്ചതായ സൂറത്തുൽ യാസീൻ എവിടെ? അല്ലാഹുവിന്റെ റസൂൽ പഠിക്കണേ, മക്കൾക്ക് പഠിപ്പിക്കണേ എന്ന് പഠിപ്പിച്ച ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഏറ്റവും ഉപയുക്തമായ സൂറത്തായി പഠിപ്പിച്ച സൂറത്തുൽ മുൽക്ക് എത്ര മക്കൾക്ക് ഇന്ന് മനഃപ്പാഠമുണ്ട്?
എത്ര സൂറത്തുകൾ ഇന്ന് നമ്മുടെ യുവാക്കൾക്കറിയാം, ഖുർആനിൽ നിന്ന് അകലുകയല്ലയോ? ഇന്ന് നമ്മുടെ മക്കളുടെ കയ്യിലുള്ള ഖുർആൻ, അവരുടെ കയ്യിലുള്ളതായ ഖുർആൻ ഇന്നവർ പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല. മദ്രസയിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഇന്ന് മദ്രസ വിദ്യാഭ്യാസത്തിന് ഉപരിയായിട്ട് പരിശുദ്ധമാകുന്ന ഖുർആനുമായിട്ട് ബന്ധമില്ല. പ്ലസ്ടുവിന് പഠിച്ച മകൾ 10ാം ക്ലാസ്സിൽ വരെ ദക്ഷിണയുടെ സിലബസിലോ സമസ്തയുടെ സിലബസിലോ ബിരുദം കരഗതമാക്കിയ മക്കൾ അവർ പിന്നീട് വഴിപിഴച്ചു പോകാനുള്ള കാരണപ്പെട്ട അന്യരായ വ്യക്തികളോടൊപ്പം കാമുകനോടൊപ്പം ബൈക്കിൽ പിന്നാമ്പുറത്ത് കയറിക്കൊണ്ട് ബീച്ച് റോഡിൽ കറങ്ങാനുള്ള കാരണമെന്താ? കൊല്ലം ബീച്ചിൽ നമ്മുടെ മക്കൾ കഴിഞ്ഞാടാനുള്ള കാരണമെന്താ? എന്ത് പറ്റി? പ്ലസ്ടുവിന് പഠിച്ചതായ മകൾക്ക് എന്ത് പറ്റി? 10ാം ക്ലാസ് വിട്ടതായ മദ്രസയിലെ സ്ഥലങ്ങൾ മുഴുവനും എല്ലാ ഇൽമകളും പഠിച്ചതായ മകൻ, യാസീൻ ഓതാം അറിയാമെന്ന് നമ്മൾ പറയുന്ന മകൻ, ഖുർആൻ മുഴുവനും നല്ലതുപോലെ ഓതുമെന്ന് പറയുന്ന മകൻ, ആ മകൻ എന്ത് സംഭവിച്ചു സഹോദരാ? അവൻ ആത്മീയമായ വിദ്യാഭ്യാസം പിന്നീട് അവന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. മദ്രസ തലങ്ങളിൽ പഠിച്ച സൂറത്ത് തന്നെ അവൻ പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല, അവൻ പിന്നെ ഓതിയിട്ടില്ല. പ്ലസ്ടുവിന് പഠിച്ചിറങ്ങിയതായ കുട്ടി 10ാം ക്ലാസ്സിൽ നിന്ന് മദ്രസയിൽ സലാം പറഞ്ഞ് സർട്ടിഫിക്കറ്റ് കണ്ടെത്തി വെച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയതായ കുട്ടി പിന്നെ ജമാഅത്തുകൾക്ക് വരുന്നില്ല. അവൻ റോഡരികിൽ കാണുന്ന ഏതെങ്കിലും ഒരു നല്ല പോസ്റ്റ് കാണുമ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാർക്ക് ഇളക്കമാ. ആ നല്ല പോസ്റ്റ് തള്ളിയിട്ടിട്ട് 2 കാലം അതിന് കൊടുത്തിട്ട് അതിന്റെ പുറത്ത് കയറി ഇരുന്നിട്ട് മൊബൈൽ ഫോണിൽ കളിക്കുകയാ. ആ മൊബൈൽ ഫോണിലേക്ക് തല കുതിച്ചുകൊണ്ടിരിക്കുകയാ. അവന്റെ സ്വന്തം ഉമ്മയെ വീട്ടിൽ ആരെങ്കിലും പീഡിപ്പിച്ചാൽ അവൻ അറിയുന്നില്ല. തൊട്ടപ്പുറത്ത് റൂമിൽ അവന്റെ പ്രിയപ്പെട്ടതായ മക്കളെയോ കുടുംബങ്ങളെയോ ആരെങ്കിലും ഇല്ലാതാക്കിയാലും ഇവൻ അറിയുന്നില്ല. കാരണം യാത്രയിൽ മുഴുവനും ഉറങ്ങുന്ന സമയത്ത് ചിലപ്പോൾ അവന്റെ ചെവിയിലേക്ക് വെച്ചിട്ട് എട്ടത്തും വെച്ചിട്ട് രാത്രി മുഴുവനും സിനിമയുടെ ലോകത്താ, പാട്ടിന്റെ ലോകത്താണ്, അശ്ലീല പടങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, വെസ്റ്റേൺ മ്യൂസിക് അവൻ കേട്ടുകൊണ്ടിരിക്കുകയാ. ഇത്തരത്തിലുള്ള ചെറുപ്പക്കാരായ സഹോദരങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ തന്നെ ഊരപ്പെടുമേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. 24 മണിക്കൂർ അശ്ലീല പടങ്ങൾ കാണുന്ന വ്യക്തി അവന്റെ ബ്രെയിൻ സെല്ലുകൾ നശിക്കുമേ. സ്വന്തം ഉമ്മയേതാണ് സഹോദരി ഏതാണെന്ന് തിരിച്ചറിയാനുള്ള വർഗശേഷി അവന് നഷ്ടപ്പെട്ടു പോകുമേ, ബോധശേഷി നഷ്ടപ്പെട്ടു പോകുമേ. രാത്രിയുടെ യാമങ്ങളിലിരുന്ന് സിനിമ കണ്ടുകൊണ്ട് കണ്ണ് മഞ്ഞളിച്ച സഹോദരാ, നീലചിത്രത്തിന്റെ സീഡ് കൂട്ടുകാരി മുഖേന കിട്ടിയ പ്ലസ്ടുവിന് പഠിക്കുന്നതായ മകള് രാത്രിയുടെ യാമങ്ങളിൽ ഉമ്മ വാളിന് പോയപ്പോ വീട്ടിലിരുന്നു കൊണ്ട് VCRലേക്ക് DVD കണക്ട് ചെയ്തുകൊണ്ട് അത് മുഴുവനും കണ്ടു തീർത്ത പെണ്ണെ, നിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഏത് ചെറുപ്പക്കാരൻ കടന്നു വന്നാലും ഏത് സഹോദരൻ കടന്നു വന്നാലും അത് സ്വന്തം സഹോദരനാണെന്നോ സ്വന്തം ഉപ്പയാണെന്നോ തിരിച്ചറിയാനുള്ള വകതിരിവില്ല. അവളുടെ തലച്ചോറിൽ നിന്നുള്ളതായ ബുദ്ധിയും വിവേകവും ഇല്ലാതാകുമേ. ബുദ്ധിയും വിവേകമൊക്കെ നഷ്ടപ്പെട്ടു എപ്പോഴും ഈ അശ്ലീല പടങ്ങൾ കാണുന്നവരുടെ എന്ന് ശാസ്ത്രം പറയും. അങ്ങനെ കണ്ടുകണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു പെണ്ണ് കയറി വരുന്നത്. ആരാ വരുന്നത്? പ്രിയപ്പെട്ട ഉമ്മയെ. ഞാൻ എന്റെ വാഴ് പൂരിപ്പിക്കാൻ പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർക്കൊരു ഉപദേശമാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ അശ്ലീല പടങ്ങൾ മുഴുവനും കണ്ടിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ കയ്യിലേക്ക് കയറി പിടിച്ചാൽ അവളെ ചുംബിക്കാൻ വേണ്ടിയോ അവളെ രാത്രിയുടെ യാമങ്ങളിൽ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി വരാൻ നിങ്ങൾ നിർബന്ധിക്കുകയും ചെയ്യുകയാണെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇതേപോലെ തന്നെ ഒരു കൂട്ടം ആളുകളുടെ സ്വഭാവമുണ്ടായിരുന്നു. ഇന്ന് നമ്മൾക്ക് മൊബൈൽ ഫോൺ, അന്ന് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു, അവർക്കും ഉണ്ടായിരുന്നു ഒരു സന്ദേശം അങ്ങോട്ടും ഇങ്ങോട്ടും, സന്ദേശം പോലെ. എന്താണ് സ്ത്രീകൾ കുളിക്കാൻ പോകുന്ന കടയിലൊക്കെ പോയിരുന്നു ഒളിഞ്ഞു നോക്കിയിട്ട് അവരുടെ രഹസ്യഭാഗങ്ങളൊക്കെ കണ്ടിട്ട് അവിടെയുള്ള ഓരോ പുള്ളിയും ഓരോന്നൊക്കെ കണ്ടുവച്ചിട്ട് പെണ്ണുങ്ങൾ വിളിച്ചിട്ട് പറയും. ചെറുപ്പക്കാരായ ആളുകളുടെ സ്വഭാവം ആ കാലഘട്ടത്തിലുള്ളത്. ഒരു പറയും ഇന്നടുത്ത് ഇന്നത് കണ്ടിട്ടുണ്ട്, ഇന്നടുത്ത് ഇന്ന മാറ് കണ്ടു, അതുകൊണ്ട് എല്ലാം എനിക്കറിയാം, എല്ലാം ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഇന്ന സ്ഥലത്തേക്ക് വരണം, ഈന്തപ്പന തോട്ടത്തിനിടയിലേക്ക് വരണം, രാത്രികളിൽ ഇറങ്ങി വരണം എന്ന് പറയും പെണ്ണുങ്ങളോട്. അങ്ങനെ നിർബന്ധിക്കുമായിരുന്നു.
നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ തന്നെ പരിശുദ്ധമാകുന്ന ഖുർആനിന്റെ വാക്യവുമായി ഇറങ്ങി വരികയാ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ മുഖേന ആ അനുയായി വൃന്ദങ്ങൾ ഓതിക്കൊടുക്കുകയാ. യാ അയ്യുഹല്ലദീന ആമനൂ വലാ തുക്രിഹൂ ഫതയാതികും അലൽ ബിഗാ വലാ തുക്രിഹൂ فتياتكم على البغاء إن أردنا تحسنا لتبتغوا عرض الحياة الدنيا. പാവപ്പെട്ടതായ പെൺകുട്ടികളെ നിർബന്ധിച്ചുകൊണ്ട് വീടിന്റെ പിന്നാമ്പുറത്തേക്ക് വരാനും അവരെ ഈന്തപ്പന ഓലകളുടെ മടയിലേക്ക് അതിന്റെ മറവിലേക്ക് വന്നുകൊണ്ട് ആ ശ്രീലതയ്ക്ക് നിർബന്ധിക്കാനും നിങ്ങൾ പോകരുതേ യുവാക്കളെ. വലാ തുക്രിഹൂ, നിർബന്ധിക്കരുതേ നിർബന്ധിക്കരുതേ. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിലിറങ്ങിയ ആയത്ത് 1400 വർഷങ്ങൾക്ക് ശേഷം ഇന്നീ മതവിജ്ഞാന വേദിയിൽ വെച്ചുകൊണ്ട് വളരെ പ്രസക്തമാണ് നമ്മുടെ ചെറുപ്പക്കാർ അറിഞ്ഞിരിക്കേണ്ട ആയത്താ. വലാ തുക്രിഹൂ ഫതയാതികും അലൽ ബിഗാ. സ്കൂളിൽ കൂടെ പഠിക്കുന്നതായ പെൺകുട്ടികളെ അവളെ സ്റ്റഡി ടൂറെന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി പറഞ്ഞയക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അത് യഥാർത്ഥ സ്റ്റഡി ടൂറാണെന്ന് പരിശോധിക്കലേ. മക്കളെ ഇടുങ്ങിയ വസ്ത്രമിട്ടുകൊണ്ട് ഏതെങ്കിലും നദീ തോരത്ത് പോയി ഇറങ്ങിക്കൊണ്ട് അവൾ സല്ലപിക്കുകയാണ്, അന്യരോടൊപ്പം സല്ലപിക്കുകയാ. അവളുടെ ശരീരഭാഗങ്ങൾ ഒപ്പിയെടുക്കുകയാണ്. ക്യാമറയുള്ള മൊബൈൽ ഫോണിലൂടെ കൂട്ടുകാരൻ ആ ഭാഗങ്ങൾ മുഴുവനും രഹസ്യ ഭാഗങ്ങൾ ഒപ്പിയെടുത്തിട്ട് അവളെ ഭീഷണിപ്പെടുത്തുകയാണ്, കാണിക്കുകയാ. ഇതാ നിന്റെ പടമാണിത്, നിന്റെ അവയവങ്ങൾ എന്റെ കയ്യിലുണ്ട്, രഹസ്യഭാഗങ്ങൾ ഞാൻ ഒപ്പിയെടുത്തിട്ടുണ്ട്. ഈ രാത്രിയുടെ യാമങ്ങളെ ആരും തന്നെ അറിയാതെ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് ഇറങ്ങി വരണേ, നീയുമായി ക്ഷണിക്കുന്ന സല്ലപിക്കണേ, നീയുമായി ക്ഷണിക്കുന്ന കൂടിക്കാണണേ എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട പെൺകുട്ടികളുടെ മനസ്സ് കവർന്നിട്ട് അവരുടെ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട് മനം കവരാനും അവരുടെ മാനം കവരാനും ശ്രമിക്കുന്ന ചെറുപ്പക്കാരായ ആളുകൾ ശ്രദ്ധിക്കണേ. ഖുർആനിന്റെ വിലക്കുണ്ട്, താക്കീതുണ്ട്. വലാ തുക്രിഹൂ ഫതയാതികും അലൽ ബിഗാ. ചെറുപ്പക്കാരായ ആളുകളെ, വൃദ്ധരായ വ്യക്തികളെ, നിങ്ങളുടെ പാവപ്പെട്ടതായ സഹോദരിമാരെ, പെൺകൊടികളായ വ്യക്തികളെ നിങ്ങൾ നിർബന്ധിക്കരുതേ അലൽ ബിഗാ. അശ്ലീലതയുടെ മേൽ, അധർമ്മത്തിന്റെ മേൽ അവരെ നിർബന്ധിക്കരുതേ. അവർ പാവപ്പെട്ടവരാണേ, വീണു പോകുമേ. പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്ന പെണ്ണുങ്ങളുടെ സ്വഭാവം ഇൻ അറദിന തഹസ്സുനാ ലിതബ്തഗൂ അറദൽ ഹയാത്തി ദുനിയാ. ഭൗതിക ജീവിതത്തിന്റെ ആസ്വാദനങ്ങൾ നിനക്ക് നൽകാം പെണ്ണെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചെറുപ്പക്കാർ പാവപ്പെട്ട വീട്ടിലെ പെൺകുട്ടികളെ വലവേശി പിടിക്കുകയാ. പെണ്ണെ, നിന്റെ വാപ്പവരും പാവപ്പെട്ടവരല്ലയോ, കൂലിപ്പണിക്കാരനല്ലയോ, ദൈനംദിന ജീവിതത്തിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് 600 500 എന്റെ കൂടെ വന്നാൽ നിനക്കിതിനേക്കാൾ വലിയ അമ്പര ചുംബികളായ മണിമേടകൾ വെച്ച് നിന്നെ ഞാൻ താമസിപ്പിക്കാം, നിനക്ക് വലിയ കിടക്ക ഞാൻ വിരിച്ചു തരാം, നിന്നെ എല്ലാ ആഴ്ചയും വണ്ടർലയിൽ കൊണ്ടുപോകാം, നിന്നെ രമിപ്പിക്കാം, പൂർണ്ണ സ്വാതന്ത്ര്യം നൽകാം എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട പ്ലസ്ടുവിന് പഠിക്കുന്ന മകളെ വലവീശി പിടിക്കാൻ കെൽപ്പുള്ളവരാണ് ചെറുപ്പക്കാർ. പരിശുദ്ധമാകുന്ന ഖുർആൻ വ്യക്തമാക്കുന്നു, അങ്ങനെ ഭൗതികമാകുന്ന ജീവിതത്തിന്റെ ആസ്വാദനങ്ങളും അതിന്റെ രസങ്ങളും പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട പെൺകുട്ടികൾ അതിലേക്ക് പിടിക്കുമേ. അങ്ങനെ നിങ്ങൾ ചെയ്യരുതേ. വലാ തുക്രിഹൂ
നിർബന്ധിക്കരുതേ. അങ്ങനെ നിർബന്ധിച്ചൊരു പെൺകുട്ടിയെ വീടിന്റെ പറമ്പിലേക്ക് പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് അന്നമൻ വളഅയതഹു ഏതെങ്കിലും ഒരു പെണ്ണിനെ പിടിച്ചുകൊണ്ടുപോയിട്ട് ഹോട്ടലിലേക്കോ ഏതെങ്കിലുമൊക്കെ പാർക്കിലേക്ക് കൊണ്ടുപോയിട്ട് ആരും അറിയാതെ ഉപ്പറിയാതെ ഉമ്മറിയാതെ കൊല്ലം ബീച്ചിന്റെ തെരുവിലേക്ക് സ്കൂൾ കട്ട് ചെയ്ത് കൊണ്ടുപോയിട്ട് അവരെ നശിപ്പിക്കാൻ വേണ്ടി തുനിഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഈ ബ്ലൂ ഫിലിം കണ്ട് രസിക്കുന്നത് പോലെയല്ല, നിനക്ക് ചലനമുണ്ടാകുന്നത് പോലെ ഒരു സുഖമുള്ള ഏർപ്പാടല്ല മഹ്തറ. അന്ന മൻ വളഅയതഹു അൽഇംറഅ ലാ തഹില്ലു ലഹു. വിചാരത്തോടുകൂടി ഒരു പെണ്ണിന്റെ കൈക്കെന്ന് പിടിച്ചാൽ അവളുടെ മാറത്ത് പിടിക്കണ്ട. ബസ്സിൽ കയറുമ്പോ ചില ആളുകൾക്ക് മുൻസീറ്റിരുന്നാൽ മതി, മുൻഭാഗത്തൂടി കയറിയാ മതി, എന്നിട്ട് ഏതൊക്കെയോ പേരിട്ടതിന് വിളിക്കുന്നു. ഞാനത് പറയുന്നില്ല, തുറന്നു പറയുന്നില്ല. പെണ്ണിന്റെ പിൻഭാഗത്തേക്ക് ചേർന്ന് നിൽക്കാം ചില വൃദ്ധരായ വ്യക്തികൾക്ക് പോലും താല്പര്യമാ. എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, അക്ഷരത്തിൽ ആരെങ്കിലും തന്നെ തുരിയുന്നുണ്ടെങ്കിൽ അങ്ങനെ പെണ്ണിന്റെ മാംസതലമാകുന്ന ഭാഗങ്ങളിലേക്കോ അവരുടെ ആകാര സൗഷ്ഠവം കണ്ടിട്ട് അവരുടെ അംഗലാവണ്യം കണ്ടിട്ട് ആ പെണ്ണിന്റെ ശരീരത്തിലേക്ക് സ്പർശിക്കാൻ നിന്റെ കയ്യെങ്ങാണ് വന്നു പോയാൽ നാളെ മഹ്ശറയിലേക്ക് അവനെ കൊണ്ടുവരുമേ വയതുഹോ അവന്റെ ഇരു കരങ്ങളും അവന്റെ പിരടിയിലേക്ക് വെച്ച് കെട്ടിയിരിക്കുമത്രേ. അവന്റെ പിരടിയിൽ വെച്ച് തങ്ങലയിൽ ബന്ധിച്ചിരിക്കുമത്രേ. അവൻ അനങ്ങാ സാധിക്കൂല, ഒരു കൂട്ടുകാരനും വന്നവനെ സഹായിക്കൂല. ഒരു കൂട്ടുകാരനും വന്ന് നിനക്ക് തുണയുണ്ടാവൂല. നിന്നെ സിനിമാ തിയേറ്ററിലേക്ക് വെള്ളിയാഴ്ച ദിവസം പരിശുദ്ധമാകുന്ന ചുമ കടന്നു കൊണ്ടുപോയിട്ടുള്ളവൻ, നിന്നെ പരീക്ഷയുടെ രംഗങ്ങൾ പരിചയപ്പെടുത്തിയവൻ, ലോട്ടറി എടുക്കാൻ നിർബന്ധിച്ചവൻ, ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലിശയുടെ ഇൻട്രസ്റ്റ് അത് എഴുതി തള്ളടാ എന്ന് ഉസ്താദുമാർ എന്ന് പറഞ്ഞപ്പോ അത് കഴിക്കാമടാ, ഉസ്താദിന് വിവരമില്ല എന്ന് പറഞ്ഞ് മസലൊപ്പിച്ച് നിന്നോടൊപ്പം കൂട്ടുനിന്ന ഒരു വ്യക്തിയെയും അന്ന് നിനക്ക് കാണുകയില്ല, അന്ന് നിനക്ക് കൂട്ടാളിയാകുകയില്ല. അശ്ലീല പടങ്ങൾ നിനക്ക് നൽകിയവൻ, നീല ചിത്രത്തിന്റെ കാസറ്റുകൾ സ്കൂളിൽ പോകുമ്പോ നിന്റെ ബുക്കിനകത്ത് വെച്ചുകൊണ്ട് നിനക്ക് കൈമാറി തന്നവൻ, നിനക്ക് ഒരുപാട് ബ്ലൂ ഫിലിമിന്റെ ചിപ്പുകൾ കൈമാറി തന്നവൻ, നിനക്ക് ഒരുപാട് ഹെഡ്ഫോൺ വെച്ചുകൊണ്ട് വെസ്റ്റേൺ മ്യൂസിക് ആസ്വദിക്കാൻ ഒരുപാട് സമയങ്ങൾ നിനക്ക് നൽകിയവൻ, ഒരാള് പോലും നിനക്ക് തുണയുണ്ടാവൂല. നിന്റെ കൈനാളെ വരുന്നത് തോളിൽ വെച്ചുകൊണ്ട് പിരടിയിൽ വെച്ചുകൊണ്ട് കെട്ടപ്പെട്ട നിലയിലായിരിക്കും അത്രേ. ചിന്തിച്ചു നോക്ക്, അല്ലാഹു കാത്തിരിക്കുന്നില്ല. എന്നിട്ടോ ഫൈൻ ഖബ്ബലഹാ ആ പാവപ്പെട്ട പെൺകുട്ടിയെങ്ങാനും അവന്റെ ചുണ്ടുകൊണ്ടവൻ തുമ്പിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ പ്രിയപ്പെട്ടതായ ഉമ്മറിയാതെ ഉപ്പറിയാതെ ആ പെൺകുട്ടിയെ മലം വീശി പിടിച്ചിട്ട് അവളുടെ മനസ്സേതെങ്കിലും വിധേന കവർന്നിട്ട് അവളുടെ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തിൽ നിന്റെ ചുണ്ടുകൊണ്ട് നീ തുമ്പിച്ചാൽ ഉരിയത്ത് ശഫതാഹു ഉരിയത്ത് ശഫതാഹു ബിമഖറവിന്നാർ. കത്തിയാളുന്ന നരകത്തിന്റെ ചൂടുകൊണ്ട് ഉണ്ടാക്കപ്പെട്ടതായ ഒരു കത്രിക കൊണ്ട്, ചൂടുള്ള കത്രിക കൊണ്ട് അവന്റെ രണ്ട് ചുണ്ടുകളെയും ജബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലത്തുകൾ മുറിച്ചു മാറ്റുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിങ്ങനെ ഒന്നും ചുംബിക്കാൻ നല്ല രസമാണ്. പക്ഷേ ഇതുകൊണ്ട് നാളെ മത്സരങ്ങളോട് പോകുമ്പോ എന്താ ഉണ്ടാകുക? ചൂടുള്ള കത്രിക എടുത്തിട്ട് ഇങ്ങനെ പിടിച്ച് വലിച്ചവരെ വെച്ചിട്ട് കാണിപ്പിച്ചു നല്ലതുവരെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറും.
പെണ്ണിനെ മാനം നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അഥവാ അവളെ ബലാത്കാരമായി അവളെ ബ്ലൂ ഫിലിം കാണിച്ചിട്ട് അവളെ വശീകരിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ, അവളുടെ തന്നെ ശരീരത്തിന്റെ രഹസ്യഭാഗങ്ങൾ കാണിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് ഹോട്ടൽ റൂമിലേക്ക് നിർബന്ധിച്ച് കൊല്ലം ടൗണിലുള്ള പാർക്കിലേക്ക് കൊണ്ടുവന്ന് അവളെ മാനഭംഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, فَشَهَدُ عَظْمُ فَخْذِهِ الْيُسْرَى, അവന്റെ ഇടത് കാലിന്റെ ഇടത് തൊടയല് എണീറ്റ് നിന്നുകൊണ്ട് സാക്ഷി നിൽക്കുമത്രേ. മനുഷ്യൻ ചെയ്ത നന്മകൾ വലത് കാലിൽ സാക്ഷി നിൽക്കും, മനുഷ്യൻ ചെയ്ത തിന്മകൾ ഇടത് കാലിൽ സാക്ഷി നിൽക്കും. അല്ലാഹു വലത് കാലിൽ ഒരുപാട് സാക്ഷി നിൽക്കാൻ തൗഫീഖ് കൊടുക്കും. അമീമത്ത് അല്ലാഹു കബൂലാക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു നന്മകൾ കൂടി വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇടത് കാല് അവനെതിരെ സാക്ഷി നിൽക്കും. ആര് പറയാ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹ്ശറൻ സാറല്ല وَإِنْ زَنَاهَا فَاشْهَدُ عَظْمُ فَخْذِهِ الْيُسْرَى, അവൻ വ്യഭിചരിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഇടതുകാലിന്റെ തുടയല് അവനെതിരെ സാക്ഷി നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ അതുകൊണ്ടല്ലയോ പറഞ്ഞത്, ലാ തത്തബിഉ ഇലാ ഹുസ്നി റിദാഇൽ മർആ, നല്ല മൊഞ്ചുള്ളതായ പെണ്ണിന്റെ തട്ടത്തിലേക്ക് പോലും നോക്കരുതേ. ലാ തത്തബിഉ ഇലാ ഹുസ്നി റിദാഇൽ മർആ, ഒരു പെണ്ണിലേക്ക് നോക്കരുതെന്നല്ല പറഞ്ഞത്. ഒരു പെണ്ണ് നല്ല മൊഞ്ചുള്ള ഒരു തട്ടം ഇട്ടുകൊണ്ട് ഇങ്ങനെ പോവാ, മണവാട്ടി പെണ്ണ് പോകുന്ന പോലെ, ആ തട്ടത്തിലേക്ക് പോലും നോക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. എന്താ കാരണം? ആ നോട്ടം തന്നെ നിന്റെ ഹൃദയത്തിൽ ഒരു പിശാചിന്റെ കെണിവല സൃഷ്ടിക്കാൻ കാരണമായി തീരുമേ. വികാര വിചാരങ്ങൾ മനസ്സിലേക്ക് കൂട്ടപ്പെടുമേ. ആ തട്ടം കാണുമ്പോ തന്നെ നല്ല മനസ്സിലേക്ക് ഒരു മൊഞ്ചുള്ള തട്ടം കാണുമ്പോ തന്നെ തൃപ്തി വരും. പെണ്ണേത് കൊലത്തോ ആയിക്കോട്ടെ, പക്ഷേ ഇവന്റെ കോലം, തട്ടത്തിന്റെ കോലം കാണുമ്പോ തന്നെ ഇവരുടെ മനസ്സിളകാണ്. അപ്പോഴേ ഇതിൽ പിടിക്കാൻ തോന്നുക, അപ്പോഴേ പ്രശ്നമൊക്കെ ഉണ്ടാകുക. ഖബറിൽ അനീപിച്ച് മത്സരയിലേക്ക് എത്തുമ്പോ കാലാ സാക്ഷി നിൽക്കുക. അതാ മനുഷ്യ ഒരാളും ഉണ്ടാവൂല എന്ന് സഹായിക്കാൻ. اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. നാളെ മഹ്ശറാബൻ സഭയിൽ സർവരും വിറങ്ങലിച്ചുകൊണ്ട് പടച്ചറപ്പിന്റെ കോടതിയിൽ നിൽക്കുമ്പോ ചിലർ അരവര വിയർപ്പിൽ, ചിലർ മുട്ടുവരെ വിയർപ്പിൽ, ചിലർ വിയർപ്പിൽ മുങ്ങിക്കുളിച്ചുകൊണ്ട് നീന്തി തുടിച്ചു നിൽക്കുമ്പോ അതാ പടച്ചറപ്പിന്റെ കോടതിയിലേക്ക് കത്തിയാളുന്ന നരകത്തെ കൊണ്ടുവന്ന് മാലിക് അലൈഹിസ്സലാം നിർത്തുമ്പോ ഒരാൾ പോലും തുണയില്ലാതെ വിഷമിക്കുമ്പോ ആ സമയത്ത് അള്ളാഹുവിന്റെ കോടതിയിൽ വെച്ചുകൊണ്ട് അവന്റെ കയ്യവനെതിരായി സംസാരിക്കുമത്രേ. മനുഷ്യൻ ചെയ്തതായ സകല നീച പ്രവർത്തനങ്ങൾ, ബസ്സിൽ കയറി ഓരോ പെണ്ണിന്റെ ശരീരഭാഗങ്ങൾ സ്പർശിച്ചത് മുതൽ, ഏതെങ്കിലും ഒരു മാളിലേക്ക് കടന്നു ചെന്നപ്പോ, ഏതെങ്കിലും ഒരു ഷോപ്പിൽ കടന്നു ചെന്നപ്പോ അവിടെയുള്ള പെൺകുട്ടികളെ കടന്നു പിടിച്ചത് മുതൽ, ബസ്സിൽ കയറിക്കൊണ്ട് പിൻഭാഗത്തേക്ക് പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് നീ നിന്നുകൊണ്ട് സുഖമനുഭവിച്ചവൻ, അതിലൂടെ രസം കണ്ടെത്തിയവൻ, ആ രീതിയുള്ളവന്റെ ദുനിയാവിലുള്ള താല്പര്യങ്ങളെ മുഴുവനും ശമിപ്പിച്ചവൻ, അവനൊക്കെ നാളെ മഹ്ശറയിലെത്തുമ്പോ അല്ലൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം, ഇന്നത്തെ ദിവസം അവരുടെ വായകൾക്ക് സംസാരമില്ല, അവരുടെ വായകളെ വെക്കപ്പെടുമത്രേ. പരിശുദ്ധമാകുന്ന ഖുർആൻ സൂറത്തുൽ യാസീനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാ. യാസീൻ സൂറത്ത് നമ്മൾ ഓതുന്നുണ്ട്, പക്ഷേ അതിന്റെ അർത്ഥം നമുക്കറിയില്ല. യാസീൻ സൂറത്ത് ഓതുന്നില്ല, ആ ഖുർആനിൽ നമ്മൾ പഠിക്കാൻ തയ്യാറാവുന്നില്ല. ഓതുന്നവർ പോലും അതിന്റെ അർത്ഥ തലങ്ങളിലേക്ക് ചിന്തിക്കുന്നില്ല.
മഹ്ശറിയുടെ വിചാരണ ഘട്ടം അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാ. വതുകല്ലിമുനാ ഐദീഹിം, അവന്റെ കരങ്ങൾ അവനെതിരായി സംസാരിക്കുമത്രേ. വതശ്ഹദു അർജുലുഹും, അവന്റെ കാലുകൾ അവനെതിരായി സാക്ഷി നിൽക്കുമത്രേ. മനുഷ്യൻ ചെയ്ത നന്മകൾ വലത് കൈ വിളിച്ച് പറയുമ്പോ വലത് കാൽ അനുകൂലമായി സാക്ഷി നിൽക്കുമത്രേ. മനുഷ്യൻ ചെയ്തതായ തിന്മകൾ ഇടത് കൈ വിളിച്ചു പറയുകയാണ്. അല്ലാഹുവേ, ഇവൻ കള്ളു കൊടുത്തവനാണ്, ഇവന്റെ യുവത്വം നശിപ്പിച്ചവനാണ്, ഇവൻ വ്യഭിചരിച്ചവനാണ്, ഇവൻ ഒരുപാട് തിന്മകൾ, ഇവൻ അശ്ലീലതകൾക്ക് വഴി നടത്തിയവനാ, അതുകൊണ്ട് ഇവനെ രക്ഷപ്പെടുത്തരുത് അല്ലാ എന്ന് കൈ വിളിച്ച് പറയുമ്പോ ഇടത് കാലിന്റെ തുടയല് എണീറ്റ് നിന്നുകൊണ്ട് പടച്ചറപ്പിനോട് അവനെതിരെ സാക്ഷി നിൽക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, പരിശുദ്ധമാകുന്ന ഖുർആൻ ഓതിക്കൊണ്ട് പറയുകയാണ്, വലാ തസിറു വാസിറതു വിസറ ഉഖറാ, ഒരാളും മറ്റൊരാളുടെ പാപഭാരങ്ങൾ തോളിലേക്ക് ഏറ്റെടുക്കാം അന്ന് താല്പര്യപ്പെടാത്ത ദിനമത്രേ മഹ്ശറാബൻ സഭായെന്ന് നബിയുനാ റസൂലുള്ളാഹി. സ്വന്തം കൂട്ടുകാരനാകട്ടെ, തന്നോടൊപ്പം സ്കൂളിൽ പഠിച്ച ക്ലാസ്മേറ്റ് ആകട്ടെ, സ്വന്തം സഹോദരനാകട്ടെ, കൂടെ പിറപ്പാകട്ടെ, ഒരാളും ശിക്ഷ പോലും ഏറ്റെടുക്കാൻ ആരും താല്പര്യപ്പെടൂല. ഒരു കൂട്ടുകാരനും വന്നവന് തുണയാവൂല. ഇവനെ തിയേറ്ററിലേക്ക് കൂട്ടിക്കൊണ്ടുപോയവന്, ഇവനെ സിനിമാ തിയേറ്ററിലേക്ക് കൊണ്ടുപോയവന്, ഇവനെ അശ്ലീലമാകുന്ന തലങ്ങളിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയവൻ, വേശ്യാവൃത്തിക്ക് വേണ്ടി ഇവനെ നിർബന്ധിച്ചു കൊണ്ടുപോയവൻ, പലിശയെടുക്കാൻ വേണ്ടി നിർബന്ധിച്ചവൻ, സർവ ആളുകളെയും അല്ലാഹു കാണിക്കുമത്രേ. യുബസ്സറൂനഹും, എല്ലാ ആളുകളെയും ഇവനെ മോശത്തരത്തിലേക്ക് വഴി നടത്തിയ സർവ ആളുകളെയും നരകത്തിന്റെ മുന്നിൽ വെച്ചുകൊണ്ട്, മഹ്ശറയിൽ വെച്ചുകൊണ്ട് പരസ്പരപ്പ് കാണിക്കുമ്പോ യവത്തുൽ മുജ്രിമൂ ലൗ യഫ്തദീ മിൻ അദാബി യൗമിഇദിൻ ബിബനീ. അല്ലാഹുവേ, അല്ലാഹുവേ, ഈ കത്തിയാളുന്ന നരകത്തിൽ നിന്ന് നീ രക്ഷിക്കണേ, ഇതിലേക്ക് എന്നെ നീ കടത്തരുതേ, ഈ കത്തിയാളുന്ന നരകത്തിലേക്ക് എന്നെ നീ പെടുത്തരുതേ. മോശമാകുന്ന ജീവിതം നയിച്ച മനുഷ്യൻ രാത്രിയുടെ യാമങ്ങളിൽ നിന്നുകൊണ്ട് അശ്ലീലതകൾക്ക് വിരാമമിട്ട് മനുഷ്യൻ പടച്ചിറപ്പിന് മറന്നുകൊണ്ട് കല്ലുകുടിച്ചുകൊണ്ട് ആർത്തുവച്ചുകൊണ്ട് വീടി വലിച്ചുകൊണ്ട് ലോകത്തിൽ നിന്നിവിടെ പറഞ്ഞവർ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകത്ത് കഴിയുമ്പോ ആ ഭർത്താവിനെ മറന്നുകൊണ്ട് കാമുകനുമായിട്ട് രാത്രിയുടെ യാമങ്ങളിൽ വാട്സാപ്പിലൂടെ സംസാരിച്ചവന്, ടോക്രയിലൂടെ സംസാരിച്ചവന്, ഫേസ്ബുക്കിലൂടെ കമന്റ് ഇട്ടവന്, ആ ഭർത്താവില്ലാത്ത നേരം നോക്കി ശരീരം, ആ ഭർത്താവില്ലാത്ത സമയം നോക്കി അന്യപുരുഷന് വേണ്ടി സമർപ്പിച്ചവന്, ആ പെണ്ണെല്ലാം തന്നെ അവിടെ വെച്ചുകൊണ്ട് വാ വിട്ട് നിലവിളിക്കുകയാ. തന്റെ പ്രിയപ്പെട്ടതായ ഉപ്പയും ഉമ്മയും മറന്നുകൊണ്ട് പ്ലസ്ടുവിന് പഠിക്കുന്ന മകൾ അന്യമതത്തിൽപ്പെട്ട ചെറുപ്പക്കാരനോടൊപ്പം അവന്റെ തൊഴിലെടുപ്പ് കണ്ടപ്പോ, അവന്റെ സമ്പത്ത് കണ്ടപ്പോ സ്വന്തം ഉമ്മയെ മറന്നു പോയ പെണ്ണേ, ആ ഉപ്പയും ഉമ്മയും വന്നുകൊണ്ട് അതാ കോടതി വരാതെയിൽ കരഞ്ഞു വിളിച്ചപ്പോ ആ ഉപ്പയും ഉമ്മയും തിരിഞ്ഞു നോക്കാതെ വാപ്പയ്ക്ക് ഹൃദയാഘാതം സമ്മാനിച്ച പെണ്ണേ, നിന്നെ വിചാരണ ചെയ്യുമേ, വിചാരണ ചെയ്യുമേ. ജഡ്ജി പറയുകയാണ്, പ്രായപൂർത്തിയെത്തിയ പെണ്ണല്ലയോ, ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ പൊയ്ക്കോ. ജഡ്ജിയുടെ വാദം കേൾക്കേണ്ട താമസം കാമുകനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ചുടുചുംബനം കൊടുത്തുകൊണ്ട് സന്തോഷത്തോടുകൂടി ആനന്ദ കുന്തിലായിട്ട് ഒരു പക്ഷി പറക്കുന്നത് പോലെ പറന്നു പോകുന്ന പെണ്ണേ, വാപ്പയും ഉമ്മയും 18 വർഷം നിനക്ക് വേണ്ടി അന്നം തേടി, നിനക്ക് വേണ്ടി ഭക്ഷണം തേടി പുറപ്പെട്ടുകൊണ്ട് പ്രവാസലോകത്ത് പരിവേദപ്പെട്ട പ്രിയപ്പെട്ട ഉപ്പേ, നീ മറന്നില്ല പെണ്ണേ. എന്നാൽ നീ ചിന്തിക്കണം മോളെ, നീ നാളെ മഹ്ശറാബൻ സഭയിലെത്തുമ്പോ, അള്ളാന്റെ കോടതിയിലെത്തുമ്പോ, കത്തിയാളെന്ന നരകത്തിലേക്ക് അറിയപ്പെടുമ്പോ അന്ന് നീ പറയുമത്രേ, അന്ന് നീ വിലപിക്കുമത്രേ, അന്ന് നീ വിരഹിക്കുമത്രേ, അന്ന് നീ ദുഃഖം ഘനീഭവിച്ച മുഹൂർത്തത്തിൽ വെച്ചുകൊണ്ട് പടച്ചിറപ്പിനോട് വാവിട്ട് പറയുമത്രേ. എല്ലാ ചെമ്മാടികളും എല്ലാ ധിക്കാരികളും പറയുമത്രേ, ലൗ യഫ്തദീ
ഇനാദാദി യൗമിഇദിൻ ബിബനി. അല്ലാഹുവേ അല്ലാഹുവേ, ഈ കത്തിയാളെന്ന നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെയൊന്ന് രക്ഷിക്കണേ നാഥാ. വൻസഭയിൽ വെച്ചുകൊണ്ട് പടച്ചിറപ്പ് ചോദിക്കുമല്ലോ, അവന്റെ കാലം നനക്കാൻ പറ്റുകയില്ലല്ലോ. ലാ തസാലു ഖദമാ അബ്ദിൻ ഹത്താ യസ്അല അൻ അർബഇ അൻ ഉംരിഹി ഫീമാ ബിനാ വൻ ശബാബിഹി ഫീമാ ബിലാ. എടാ, നിന്റെ ആയുസ് എന്തിനു വേണ്ടി ചെലവഴിച്ചു? നിന്റെ യുവത്വം എന്തിനു വേണ്ടി ചെലവഴിച്ചു? നീ തൃപ്പലിയും ജമാഅത്തിൽ പെട്ടവരല്ലയോ? നീ എത്ര ജമാഅത്ത് കൃത്യമായി പള്ളിയിൽ വന്നുകൊണ്ട് നമസ്കരിച്ചു? എത്ര ഇമാമും ജമാഅത്തും നീ നിർവഹിച്ചു? എത്ര വട്ടം ഫക്കീർ ബാബയുടെ സവിധത്തിൽ വന്നുകൊണ്ട് യാസീനോദിയ മഹാനുവേണ്ടി നീ പ്രാർത്ഥിച്ചു? ആ മഹാനുഭാവന്റെ പൊരുത്തം നീ കാണിച്ചു. നാടിന്റെ യശസ്സിന് വേണ്ടി നിന്റെ ജീവിതത്തിൽ നൽപ്പമെങ്കിലും നീ ചെയ്തിട്ടുണ്ടോ? പാവപ്പെട്ട പെൺകുട്ടികളുടെ മനസ്സ് കവർന്നെടുത്തിട്ട് അവരുടെ മാനം കവർന്നെടുത്ത മനുഷ്യന് ഒന്നും മിണ്ടാൻ വയ്യ. അവനവന്റെ സ്വന്തം മക്കളെ പ്രായച്ചിത്തം കൊടുക്കാ തയ്യാറായി നിൽക്കുകയാ. അള്ളാഹുവോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഭാര്യ, എന്റെ പ്രിയതമ, ഞാൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന, എനിക്ക് വേണ്ടി ഒരുപാട് ഇറക്കമൊഴിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യ നിനക്ക് ഞാൻ നൽകാം. എന്നാലും റബ്ബേ, ഈ കത്തിയാളെന്ന നരകത്തിൽ നിന്ന് എന്നെ ഒന്ന് രക്ഷിക്കണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരനെ, എന്റെ പ്രിയപ്പെട്ട കൂടപ്പിറപ്പിനെ നിനക്ക് ഞാൻ നൽകാം. എനിക്കിതുവരെ അഭയം നൽകിയ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിനക്ക് നരകത്തിലിടാൻ നൽകാം. എന്നെ നരകത്തിലിടരുതേ എന്ന് നരകം കാണുമ്പോ സമ്മാദികളായ ആളുകൾ പറയുമത്രേ. തീർന്നില്ല അല്ലാഹുവേ അല്ലാഹുവേ, ഈ കത്തിയാളുന്ന നരകത്തിലേക്ക് ലോകത്തുള്ള ഏത് മനുഷ്യനെ വേണമെങ്കിലും നീ ചോദിച്ചോ, ലോകത്തുള്ള ആരെ വേണമെങ്കിലും നീ എത്ര പറഞ്ഞോ റബ്ബേ. എന്റെ കൂട്ടുകാരിൽ നിന്ന്, നാട്ടുകാരിൽ നിന്ന്, എനിക്ക് പരിചയമുള്ളവരും അല്ലാത്തവരുമായ ഏത് വസ്തുക്കളെ വേണമെങ്കിലും ഞാൻ എന്റെ മുന്നിൽ കൊണ്ടുവരാൻ പ്രൊസീഡ് ചെയ്യാ. എന്നാലും എന്നെ നീ നരകത്തിലേക്ക് ഇടരുതേ അല്ലാഹ് എന്ന് ആ മനുഷ്യന് ലഭിക്കുമത്രേ. അപ്പോഴാണ് അല്ലാഹു പറയുന്നത്, അല്ല വേണ്ടടാ വേണ്ടടാ, ഇന്നഹാ ലവാ. 60 70 വയസ്സ് നിനക്ക് ഞാൻ നൽകി. യുവത്വ കാലഘട്ടം, നല്ല പ്രസരിപ്പുള്ള കാലഘട്ടം, ശരീരത്തിനൊരു അംഗവൈകല്യം സംഗമിക്കാതെ, ഒരു ശരീരത്തിന്റെ ഘടനകൾക്ക് പോലും വ്യത്യാസമില്ലാതെ ഓർമ്മശക്തി, ബുദ്ധിശക്തി, ചിന്താശക്തി, സർവശക്തികളും നിനക്ക് ഞാൻ നൽകിയില്ലയോ? ആരോഗ്യം നൽകിയില്ലയോ? കാഴ്ച നൽകിയില്ലയോ? കേൾവി നൽകിയില്ലയോ? കൈകാലുകൾ നൽകിയില്ലയോ? സർവവസ്തുക്കളും നിനക്ക് ഞാൻ നൽകിയില്ലയോ? എന്നിട്ട് എന്തേ നീ അനുസരിച്ചില്ല? അതുകൊണ്ട് ഇന്നഹാലവാ, ആ കത്തിയാളെന്നല്ല എന്ന് പറയുന്ന നരകം അത് നിനക്കുള്ളതാണ്, നിനക്കുള്ളതാണ്. നിന്റെ ശരീരത്തിന്റെ രോമകൂപങ്ങള്, നിന്റെ ശരീരത്തിന്റെ തലച്ചോറില്, നിന്റെ ശരീരത്തിന്റെ അസ്ഥിപഞ്ചരങ്ങള്, നിന്റെ ശരീരത്തിന്റെ എല്ലുകളെ അടക്കം അത് കരിച്ചു കളയുമേ, ഭുജിച്ചു കളയുമേ. നമ്മളിത് കേൾക്കുന്നുണ്ടല്ലേ കടയിലൊക്കെ, കടയിൽ തവായ തവായ എന്ന് പറയും അല്ലേ? ചുട്ടുകോഴി തന്നെ, ചുട്ടുകോഴി, പൊരിച്ച കോഴി, ചപ്പാത്തി കേൾക്കാൻ നല്ല രസം. ഈ തവായ എന്നുള്ള പദം ഈ ഖുർആനിൽ ഈ ആയത്തിൽ നിന്ന് പിടിച്ച നരകത്തെ കുറിച്ച് പറഞ്ഞ പദത്തിൽ നിന്ന് പിടിച്ച കൊണ്ടുവന്ന് അതിന് നമ്മൾ പറയുന്നുണ്ട് നരകത്തിലെ കോഴി. കറക്റ്റാണ് മനുഷ്യനെ നാളെ നിങ്ങളെ പൊരിച്ചെടുക്കും, നിങ്ങളുടെ കുടുമിയെ ഞാൻ പൊരിച്ചെടുക്കും. പരിശുദ്ധമാകുന്ന من أدبر وتولى
നരകത്തെ തൊട്ട് ഓടിയൊലിക്കുന്ന സഹോദരനെ വിഴുങ്ങുകയാണ് നരകം ഓടിച്ചെന്നുകൊണ്ട് അവനെ വലിച്ചു കൊണ്ടുവന്ന് നരകത്തിനകത്തേക്ക് ഇട്ടുകൊണ്ട് വിഴുങ്ങുമേ എന്ന് പരിശുദ്ധമാകുന്ന ഖുർആൻ. അതാണ് കത്തിയാണെന്ന് അറിയാമെന്ന്. അപ്പൊ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നമ്മുടെ ജീവിതം എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ ചോദ്യം ചെയ്യപ്പെടുന്ന ജീവിതം. ആ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ ചോദിക്കും. ആ ചോദ്യത്തിന് മറുപടി നൽകാതെ വെച്ച കാലം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റാൻ പറ്റൂല. അതിലൊന്നാണ് അവന്റെ ആയുസ്. 60 വയസ്സുള്ളവരെന്റെ മുന്നിലുണ്ട്, 70 ഉള്ളവരുണ്ട്, 50 ഉള്ളവരുണ്ട്, 35 ഉള്ളവരുണ്ട്, 20 ഉള്ളവരുണ്ട്, 15 ഉള്ളവരുണ്ട്. ഇല്ലേ മക്കളും എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ ചിന്തിക്കും. നമ്മുടെ ഈ ആയുസിനെ പറ്റി പടച്ചിറപ്പറ്റി കൊടുക്കും. നീ എന്ത് ചെയ്തു അന്ന് നമുക്ക് പറയാൻ സാധിക്കണം. പടച്ചിറപ്പെ ഞാൻ 5 വക്കത്ത് നമസ്കരിച്ചു, അതിന്റെ കൂടെ അപ്പുറം ഇപ്പുറവും ഓരോ സുന്നത്ത് വീതം നമസ്കരിച്ചു. 100 ലാ ഇലാഹ ഇല്ലല്ലാഹ് പരിശുദ്ധമാകുന്ന റമളാൻ വന്നപ്പോൾ ഞാൻ നോമ്പ് അനുഷ്ഠിച്ചു. സദഖകൾ എനിക്ക് പറ്റുന്ന രീതിക്കൊക്കെ എന്റെ കയ്യിൽ ഉണ്ടായിരുന്നതനുസരിച്ച് ഞാൻ കൊടുത്തു. പള്ളിക്ക് വേണ്ടി കൊടുത്തു, മദ്രസയ്ക്ക് വേണ്ടി കൊടുത്തു. പരിശുദ്ധമാകുന്ന ഫക്കീർ ബാവയുടെ മുഖാമിന്റെ ഉറൂസ് വന്നപ്പോൾ ആട് കൊടുത്തു, നേരത്തെ കോഴി കൊടുത്തു. അവിടെ ദീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുപാട് പരിശ്രമിച്ചു. അവിടെ ഞാൻ ഒരുപാട് സഹായിച്ചു. അതിനോടൊപ്പം തന്നെ ഞാൻ അള്ളാന്റെ റസൂലിന്റെ മേൽ ഒരുപാട് അള്ളാന്റെ ഔലിയാക്കളെ ഞാൻ സ്നേഹിച്ചു, മുത്തനബിയെ സ്നേഹിച്ചു, അവിടുത്തെ പണ്ഡിതന്മാരെ ഞാൻ സ്നേഹിച്ചു. ഈ ഇത്രയും പറയാൻ സാധിച്ച ഒരു വ്യക്തിയുണ്ടോ, ഒരു സഹോദരിയുണ്ടോ? അള്ളാഹു കബൂലാക്കട്ടെ. അത്രയും മതി, കുറഞ്ഞ അമല് മതി. നമുക്ക് ഒരുപാട് വാരിക്കൂട്ടി ചെയ്യാൻ വേണ്ട. ഒരുപാട് അമലെല്ലാവരും ചെയ്യാൻ പറ്റുന്ന സമയം നമുക്കില്ല, പരിമിതമാണ്. കാരണം ജീവിത ചുറ്റുപാടുകളുമായി ഒരുപാട് നഷ്ടം തിരിയുന്ന സഹോദരങ്ങളാണ് നമ്മുടെ, അല്ലേ? ജീവിത ചുറ്റുപാടുമായിട്ട് നഷ്ടം ചെയ്യുക. നമ്മുടെ മക്കളെ ഈ മുടിയൊക്കെ ഒന്ന് റെഡിയാക്കണം, മുണ്ടൊക്കെ ഒന്ന് കയറ്റി കൊടുക്കും, പാൻ്റൊക്കെ ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കൊടുക്കും, ഈ ഇടുങ്ങിയ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി നല്ല വൃത്തിയുള്ള വസ്ത്രം, ശരീരം മുഴുവൻ പറയുന്ന വസ്ത്രം. പർദ്ദ വേണമെന്നൊന്നും ഞാൻ കാട്ടി കൊടുക്കൂല, ശരീരം മുഴുവൻ പറയുന്നത് പർദ്ദയും മോഡലായി പെണ്ണുങ്ങൾക്ക് മോഡലാ പർദ്ദയും മോഡലായി മാറുക. സ്ത്രീകളുടെ വിഷയം അതൊക്കെ വേറൊരു വിഷയമാണ്, നമുക്ക് പിന്നീട് ഇൻഷാ അല്ലാഹ് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്ത്രീകളുടെ വസ്ത്രധാരണം, പുരുഷന്റെ വസ്ത്രധാരണം, അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നരകം തന്നെ ഞാൻ മൊത്തത്തിൽ പറഞ്ഞിട്ടില്ല. നരകം തന്നെ ഞാൻ മൊത്തത്തിൽ പറഞ്ഞില്ല. തീരെ അടുത്ത് ഇവിടെ കഴിഞ്ഞ ദിവസത്തിൽ പറയുന്നത് നേക്കോൺ, അവിടെ അടുത്തൊരു സ്ഥലത്ത് അവിടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിന്റെ